വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പിസോഡ് 40 വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ 7 എന്ന ഐ ഗ്ലാസിലൂടെ ലെൻസിലൂടെ വെളിപാട് പുസ്തകം കാണുവാൻ ശ്രമിക്കുകയായിരുന്നു. വെളിപാട് പുസ്തകം ഒരു കത്തുന്ന മലയാണ്. അതിനെ സമീപിച്ചാൽ ദഹിച്ചു പോകും. എങ്കിലും ആരാധനയിലും സ്തുതിപ്പിലും അതിനുള്ളിൽ വസിക്കുവാൻ സാധിക്കും. യോഹന്നാന് ലഭിച്ച വെളിപാട് എന്ന് പൊതുവായി വിളിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രാരംഭത്തിൽ നാം വായിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് എന്നാണ്. വെളിപാട് 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ സംബന്ധിച്ച് തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനായി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. വെളിപാടും വെളിപ്പെടുത്തലും യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം സംബന്ധിച്ച വളരെ വിശദമായ ഒരു വിവരണമാണ് ദൈവത്തിൻ്റെ മഹാകരുണയാൽ വെളിപാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പാലിക്കുന്നതിനുള്ള അറിയിപ്പും വിളംബരവുമാണ്. യുഗാന്ത്യം സംബന്ധിച്ച അടയാളങ്ങൾ പറഞ്ഞു തരണമേ എന്ന് ശിഷ്യന്മാർ തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്കാസ് സുവിശേഷം 17-11 ഈ അധ്യായങ്ങളിൽ ഇതിനുള്ള കർത്താവിൻ്റെ മറുപടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കർത്താവിൻ്റെ വാക്കുകൾ വചനമാണ്. ആകാശവും ഭൂമിയും ഇല്ലാതായാലും കർത്താവിൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാവുകയില്ല. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ 2 കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ യേശുവിൻ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്ന് പറയുന്ന ഭാഗം. 2, വെളിപാട് പുസ്തകം ഇന്നും ജീവിക്കുന്നു എന്നതിന് ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യക്ഷപ്പെടലുകളെ സംബന്ധിച്ച് 1-2 കാര്യങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കുന്നു. CCC ഈശോ മിശിഹ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്ന് നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പാരഗ്രാഫ് 668 മുതൽ 682 വരെയാണ് ഇത് വിശദീകരിക്കുന്നത്. അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. ക്രിസ്തു സഭയിലൂടെ ഇപ്പോഴും ഭരിക്കുന്നു. സർവ്വതും അവിടുത്തേക്ക് വിധേയമാക്കപ്പെടുന്നതുവരെ ഇസ്രായേലിൻ്റെ മഹത്വപൂർണമായ ആഗമനം, ഇസ്രായേലിൻ്റെ പ്രത്യാശ, സഭയുടെ അന്തിമ പരീക്ഷ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിക്കുന്നത്. 670 പാരഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്വർഗാരോഹണത്തോടെ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥമായ ഒരു രീതിയിൽ അത് ഈ യുഗത്തിൽ തന്നെ മുൻകൂട്ടി നടന്നു കഴിഞ്ഞു. എന്തെന്നാൽ അപൂർണമെങ്കിലും യഥാർത്ഥമായ ഒരു വിശുദ്ധിയാൽ ഭൂമിയിലെ സഭ മുദ്രിതമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് സഭ നടത്തുന്ന പ്രഘോഷണത്തോടൊപ്പമുള്ള വിസ്മരണീയങ്ങളായ അടയാളങ്ങളിലൂടെ അവിടുത്തെ രാജ്യം, അതിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ പ്രകടമാക്കുന്നു. ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. പാരഗ്രാഫ് 672 നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ കാത്തിരിക്കുന്ന മെസ്സയാനിക രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ സ്ഥാപനത്തിനുള്ള സമയം
ഇനിയും സമാഗതമായിട്ടില്ല എന്ന് ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് പ്രഖ്യാപിച്ചു. ആ രാജ്യമാകട്ടെ പ്രവാചകന്മാരുടെ വീക്ഷണത്തിൽ എല്ലാ മനുഷ്യർക്കും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുനിശ്ചിതമായ ക്രമം നടപ്പിലാക്കുന്നതിനുള്ളതാണ്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഈ സമയം ആത്മാവിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സമയമാണ്. അതുപോലെ ഇത് സഭയ്ക്ക് പിടികൂടുന്ന ഉത്കണ്ഠയുടെയും തിന്മയുടെ പരീക്ഷകളുടെയും അവസാന നാളുകളുടെ ഞെരുക്കങ്ങളുടെ തുടക്കത്തിൻ്റെയും സമയമാണ്. ഇത് കാത്തിരിപ്പിൻ്റെയും ജാഗ്രതയുടെയും സമയമാണ്. ജാഗ്രതയുടെ സമയം, ആത്മാവിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സമയം, സഭയ്ക്ക് ഉത്കണ്ഠകളുടെയും പരീക്ഷകളുടെയും സമയം. 673 പാരഗ്രാഫിൽ വായിക്കുന്നു: സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിന് മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും ഇത് നിറവേറിയേക്കാം. 682 കൂടി നമുക്ക് വായിക്കാം. പാരഗ്രാഫ്: മഹത്വപൂർണനായ ക്രിസ്തു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ സമയത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അവിടുന്ന് ഹൃദയങ്ങളുടെ നിഗൂഢ ഭാവങ്ങളെ വെളിപ്പെടുത്തും. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായും കൃപാവരത്തിൻ്റെ സ്വീകരണത്തിനോ തിരസ്കരണത്തിനോ അനുസൃതമായും പ്രതിഫലം നൽകും. വെളിപാട് പുസ്തകം ഇന്നും ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ സുവിശേഷത്തിൽ പറയുന്നു. അതുപോലെ സിസ്റ്റർ ഫൗസ്റ്റീന, സെയിൻറ്റ് ഫൗസ്റ്റീനയ്ക്ക് ഉണ്ടായ യേശുവിൻ്റെ ദർശനം, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 26-ാം വാക്യം: 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വീണ്ടും യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് പാത്മോസ് ദ്വീപിൽ വെച്ചുള്ള ദർശനത്തിൻ്റെ പശ്ചാത്തലം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ: മനുഷ്യപുത്രൻ്റെ ദർശനം. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലഭിച്ചിരിക്കെ കാഹളത്തിൻ്റേത് പോലെ ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ നമ്മൾ വായിക്കുന്നു. ഒരു സായങ്കാലത്താണ് ഇത് സംഭവിച്ചത്. ഞാൻ എൻ്റെ മുറിയിൽ ആയിരിക്കുമ്പോൾ വെള്ളയങ്കി ധരിച്ച യേശുവിനെയാണ് കണ്ടത്. അവിടുത്തെ ഒരു കരം ഉയർത്തി ആശീർവദിക്കുകയും മറ്റേ കരം നെഞ്ചോട് ചേർത്ത് അങ്കിയിൽ സ്പർശിച്ചിരുന്നു. ഹൃദയഭാവത്തു നിന്നും 2 പ്രകാശകതിരുകൾ, ഒന്ന് ചുവന്നവയും മറ്റേത് വെള്ള നിറമുള്ളവയും പുറപ്പെട്ടു വരുന്നതായി കണ്ടു. ഇത് സംഭവിക്കുന്നത് 1931 ഫെബ്രുവരി 22-നാണ്. ഇപ്പോൾ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം, അതുപോലെ തന്നെ സ്വർഗാരോഹണത്തിന് ശേഷം വീണ്ടും കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിലും ഫൗസ്റ്റീന ഡയറിയിലും നമ്മൾ വായിച്ചെടുക്കുന്നു. വീണ്ടും കുഞ്ഞാട് സംബന്ധിച്ച്
നമുക്ക് നോർക്കിൽ, അയർലൻഡിൽ ഉണ്ടായ ഒരു പ്രദർശനമുണ്ട്. നമുക്കറിയാം, വിദേശത്ത് ഒരു ദർശനം അല്ലെങ്കിൽ പ്രദർശനം കൊടുക്കുമ്പോൾ അത് സാർവത്രികമായ സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം അത് അനുവദിക്കുന്നത്. അത് സംഭവിക്കുന്നത് ഓഗസ്റ്റ് 21, 1879. അവിടെ ആ ദർശനത്തിൽ വിശുദ്ധ യോസേപ്പ് വരുന്നുണ്ട്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യമുണ്ട്, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സാന്നിധ്യമുണ്ട്, കുഞ്ഞാട് ഓൾട്ടറിന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വചനം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുത്താൽ നമുക്കറിയാം, വിശുദ്ധ യോസേപ്പ് പിതാവ് വചനത്തെ കാത്ത് സംരക്ഷിച്ചു. പരിശുദ്ധ അമ്മ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിൻ്റെ പൂർത്തീകരണത്തിൽ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം നൽകുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തുറന്ന പുസ്തകം ആ വചനത്തിന് സാക്ഷ്യം നൽകുന്നു. ഓൾട്ടർ ടാബർനാക്കിൾ, അവിടെ കുഞ്ഞാട്, വെളിപാട് പുസ്തകത്തിലെ കുഞ്ഞാട് വന്നു നിൽക്കുന്നു. ജീവനുള്ള കുഞ്ഞാട് കുരിശിൽ വിജയം വരിച്ച് അത് മലഹന്മാരുടെ സ്തുതികളോടുകൂടി കുഞ്ഞാട് അവിടെ വാഴുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വെളിപ്പെടുത്തൽ ഗോഡലപ്പയിലുള്ള വിശുദ്ധ ഉവാൻഡിയായ്ക്ക് 1531 ഡിസംബർ 12 അത് വെളിപ്പെടുത്തുമ്പോൾ വെളിപാട് പുസ്തകം 12:1 വാക്യം നമ്മളവിടെ വായിക്കുന്നു. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. നമുക്കറിയാം, ഇത് സാധികാരികമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഇത് സഭയെ തന്നെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നതായിട്ട് പറയുന്നത്. എങ്കിലും മിശിഹായുടെ മാതാവിനെ, പരിശുദ്ധ ദേവമാതാവിനെ പ്രതീകമായിട്ട് കൂടി കരുതുന്നു. നമ്മുടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളുകൾക്കെല്ലാം വായനയിൽ നമ്മൾ ഈ ഭാഗം നമുക്ക് എടുത്ത് വായിക്കുന്നുമുണ്ട്. ഗോഡലപ്പയിൽ നമുക്കറിയാം, അത് സൂര്യവസ്ത്രം അണിഞ്ഞ രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യരശ്മികളോടുകൂടി പരിശുദ്ധ അമ്മ നിൽക്കുന്നു. അതുപോലെ തന്നെ ഫാത്തിമയിലും 1917 സൂര്യൻ്റെ ഡാൻസിങ് സൺ എന്നുള്ള രീതിയിൽ അടയാളങ്ങൾ കാണിക്കുമ്പോൾ സത്യത്തിൽ സൂര്യനെ എടുത്ത് അമ്മാനമാടുന്ന ഒരു അമ്മയെപ്പോലെ. വീണ്ടും വെളിപാട് പുസ്തകത്തിലുള്ള ക്ഷാമം, ഭൂകമ്പം, യുദ്ധം, ഇതെല്ലാം നമ്മൾ ഈ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വചനത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഈ ക്ഷാമവും ഭൂകമ്പവും യുദ്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ സമാധാനം എടുത്തു കളയും. അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യവർഗം വിശ്വാസത്തോടെ എൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയാത്ത പക്ഷം സമാധാനം കണ്ടെത്തുകയില്ല. രോഗാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യവർഗത്തോട് പറയുക, എൻ്റെ കാരുണ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരുവാൻ, സമാധാനം കൊണ്ട് അതിനെ ഞാൻ നിറയ്ക്കാം. നീതിയുടെ ദിവസം സമാഗതമാകുന്നതിന് മുമ്പ് നമുക്കറിയാം, മുന്നറിയിപ്പ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ വലിയ മഹാകരുണയാൽ സംഭവിക്കുമെന്ന് നമുക്ക്
വെളിപ്പെടുത്തലുകളുണ്ട്. ഇത് ഇവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ രാജാവായി വെളിപ്പെടുത്തുന്നതാണ്. കാരണം യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തിക്ക് അത് ലോകം മുഴുവൻ അതിൻ്റെ ഫലമെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ലോകം അതിൻ്റെ കുരിശുമരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഫലം അനുഭവിക്കുന്നതിന് ദൈവം ഒരു മഹാ അത്ഭുതം ചെയ്യുമെന്നുള്ളത് ന്യായമായിട്ട് കരുതാം. അവിടെയും വിശുദ്ധ പൗലോസിന്റെ ഡയറിയിൽ നമ്മൾ വായിക്കുന്നു, നീതിയുടെ ആ ദിവസം വരുന്നതിന് മുമ്പായി സ്വർഗത്തിൽ ഒരു അടയാളമുണ്ടാകും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പ്രകാശങ്ങളും അണഞ്ഞു പോകും. അപ്പോൾ ആകാശത്തിൽ ഒരു കുരിശ് പ്രത്യക്ഷമാകും. ഹ്രസ്വമായ ഒരു സമയത്തേക്ക് എൻ്റെ കൈകളിലും പാദങ്ങളിലുമുള്ള മുറിവുകളിൽ നിന്ന് കത്തിജ്വലിക്കുന്ന പ്രകാശധാര പുറപ്പെട്ട് ഭൂമിയെ പ്രകാശമാനമാക്കും. അവസാന ദിവസത്തിന് മുമ്പുള്ള ഒരു ചെറിയ സമയമായിരിക്കും ഇത്. അത് കരുണയുടെ രാജാവായിട്ട് വെളിപ്പെടുത്തുന്നു. ആളുകൾ നമ്മൾ കൂടുതൽ അനുതാപത്തിലേക്ക് വരുന്നു. അങ്ങനെ കർത്താവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരു ഒരുക്കമായിട്ട് അത് മാറുകയും ചെയ്യും. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മൂലഹൃദയത്തിലെ സ്നേഹജാലി എന്നുള്ളൊരു ഭാഗം കൂടി വായിച്ച്, ഒരു പ്രാർത്ഥനയോടുകൂടി വായിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഡിസംബർ 12, 1981 മെസ്സേജ്. നമ്മുടെ നാഥ സംസാരിക്കുന്നു. എൻ്റെ മകളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജാഗരൂകരായിരിക്കുക. സാത്താൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷയെ നിരാകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനറിയാം, പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ്റെ പദ്ധതികൾ വിജയിക്കുമെന്ന്. ആശ നഷ്ടപ്പെട്ട ഒരാത്മാവ് പാപം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യാശയില്ലാത്തവർ കടുത്ത അന്ധകാരത്തിലാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കാണാത്തവർ പുണ്യവും നന്മയും അവയുടെ മൂല്യവും കാണാതെ പോകുന്നു. ഓ എൻ്റെ കുഞ്ഞുങ്ങളെ, പരസ്പരം നിരന്തരമായി പ്രാർത്ഥിക്കുക. എൻ്റെ കൃപകൾ നിങ്ങളുടെ ആത്മാക്കളിൽ പ്രവർത്തിക്കട്ടെ. ആമേൻ. താങ്ക് യു.